ഗോഡ് സിനിമയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഗോഡ് സിനിമയുടെ ട്രെയിലർ കാണുന്ന സമയത്ത് അതിനുശേഷം വന്നിരിക്കുന്ന പോസ്റ്റേഴ്സ് മറ്റൊക്കെ കാണുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പാണ്. ഇതിനകത്ത് വരാൻ പോകുന്ന വിജയ് എന്ന് പറയുന്നത് ഒന്ന് ഈ വിജയാണ്, ഗാന്ധി എന്ന് പറയുന്ന വിജയ് ഉണ്ട്, മറ്റൊരു വിജയ് എന്ന് പറയുന്നത് ഈ വിജയാണ്. പക്ഷേ അവസാനമായിട്ട് നമുക്കൊരു വിജയനെ കൂടി കാണാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു വിജയ് എന്ന് പറയുന്നത്. ഭയങ്കര ചെറുപ്പമായിട്ടുള്ള വിജയാണ്. ഒരു പ്രായപരിധി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വിജയനേക്കാളും യങ്ങറായിട്ടുള്ള വിജയാണ് രണ്ടാമത് വന്നേക്കണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും യങ് ആയിട്ടുള്ള ഒരു വിജയാണ് ശരിക്കും ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു വിജയ് എന്ന് പറയുന്നത്. 3 ക്യാരക്ടേഴ്സ്, 3 ഏജിലുള്ള ക്യാരക്ടേഴ്സിനെ കാണുന്ന സമയത്ത് ഒരാളുടെ തന്നെ 3 ഏജ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഒരു സിനിമയിൽ തന്നെ കാണാൻ വരുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്ന ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നെഞ്ചിൽ കുടിയിരിക്കും നൻപ നൻപികൾ. എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോഡ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമയുടെ ടിക്കറ്റ് എത്ര പേര് എടുത്തു, എത്ര പേരാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. കാരണം ഹൈപ്പില്ല എന്ന് പറയുന്ന സമയത്ത് ഒരു വെങ്കട് പ്രഭു പടമാണ്, വേണ്ട രീതിക്കുള്ളൊരു സാധനം കിട്ടിയിട്ടില്ല, നല്ല സോങ്ങുകൾ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നല്ല ട്രെയിലർ ആയിരുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്തും സിനിമയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം കാണാൻ പറ്റിയത്. സിനിമയുടെ ടിക്കറ്റ് കിട്ടാനായിട്ടില്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഞാൻ ഇത്രയും മാത്രം ടിക്കറ്റ് മൂവ് ചെയ്ത് പോയിക്കുന്ന ഒരു മലയാള സിനിമയ്ക്ക് പോലും ഇത്രയധികം ഒരു ബൂം ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടില്ല. സോ ദ ബ്രാൻഡ് വിജയ് തലപതി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു പവർ തന്നെയാണ്. സിനിമ എങ്ങനെയൊക്കെയാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ സിനിമ പോയി കണ്ടോക്കട്ടെ എന്നുള്ളൊരു മൈൻഡുള്ള ഒരു വലിയൊരു ഫാൻ ബേസ് അദ്ദേഹത്തിനുള്ളത് തന്നെയാണ് ഈ സിനിമയെല്ലാം വിജയിക്കുന്ന, അല്ലെങ്കിൽ സോ കോൾഡ് ഇപ്പോൾ ഒരു 40 കോടിയോളം കളക്ഷൻ കഴിഞ്ഞുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഈ സിനിമ കാണാൻ പോകുന്ന സമയത്ത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, ടു ബി ഫ്രാങ്ക്, ഈ സിനിമയിൽ ഇതുവരെ ഭയങ്കരമായിട്ടുള്ളൊരു ഗൂസ് ബംസ് വരുന്ന തരത്തിലോ അല്ലെങ്കിൽ ദി ഹൈപ്പ്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിജയ് പടമാണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് ഇറങ്ങിയിരിക്കുന്ന ലിയോ സിനിമയുടെയൊക്കെ ഒരു ഈ സമയത്ത്, അതായത് സിനിമ ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പ് ഉണ്ടായിരിക്കുന്ന ഒരു ഹൈപ്പ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പറയുന്നത് ഒരു രോമാഞ്ചമാണ് സത്യമായിട്ടും. കാരണം അമ്മാതിരി അത്ര ഹൈപ്പുള്ള സിനിമ ഞാൻ എൻ്റെ ലൈഫിൽ വേറെ ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രം ഹൈപ്പുള്ള സിനിമയായിരുന്നു. ഒരു വിജയ് പടം എന്ന് മാത്രമല്ല, സിനിമ ഇൻഡസ്ട്രീനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വേൾഡ് വൈഡുള്ള സിനിമ ഇൻഡസ്ട്രീനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹൈപ്പ് കിട്ടിയിരുന്ന ഒരു പടം തന്നെയായിരുന്നു ലിയോ എന്ന് പറയുന്നത്. സിനിമ ഇറങ്ങാൻ പോകുന്ന സമയത്തുള്ള എൻ്റെ പ്രതീക്ഷകൾ എന്താണെന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു വെങ്കട് പ്രഭു പടമാണ്. ടൈം ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺഫർമേഷൻ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം പറയാനായിട്ട് പറ്റും, ഇത് ഒരു ഇംഗ്ലീഷ് മൂവിയിൽ നിന്നും, ഒരു ഹോളിവുഡ് മൂവിയിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തേക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് 100% പറയാനായിട്ട് പറ്റും. இந்த ஐடியா வந்து கோவிட் டைமில் தான் எனக்கு கிடைச்சிது. ஒரு ஃபிலிம் ஒன்று பார்த்தேன், அந்த டைமில் ஒரு ஃபிலிம் பார்த்தேன். அது பார்த்தோன்னே அதோட சீக்வன்சஸ்லாம் எனக்கு ரொம்ப பிடிச்சது. அதுலேருந்து ஒரு 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 ஸ்பார்க் எனக்கு ஒன்று கிடைச்சது. ഇതൊരു അറ്റ്ലി പടമാണെന്നുണ്ടെങ്കിൽ ഇതൊരു അച്ഛൻ മകൻ പാസമായിട്ട് നമുക്ക് സിനിമ അവസാനിപ്പിക്കായിരുന്നു. പക്ഷെ ഒരു വെങ്കട് പ്രഭു പടം എന്ന് പറയുന്ന സമയത്ത് ഈ സിനിമയ്ക്ക് അത് വരാൻ പോകുന്ന വിജയ് ആരാന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്നൊരു സ്റ്റിൽ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. കാരണം ഒരുപാട് ചാൻസുകൾ വിജയുടെ മകനായിട്ട് വരുന്ന കഥാപാത്രമാണോ, ഓൾറെഡി ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയിരുന്നു, സോ അവരുടെ മകനായിട്ട് വരാൻ പോകുന്ന കഥാപാത്രങ്ങളാണോ ഈ 2 വിജയികൾ എന്ന് പറയുന്നത്, അതോ ഒരു വെങ്കട് പ്രഭു സിനിമയിൽ പറഞ്ഞേക്കുന്ന പോലെ മറ്റൊരു ജെമിനി മാൻ ഓഫ് തമിഴ് സിനിമ എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ വിജയുടെ കഥാപാത്രം എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന കഥാപാത്രത്തിനെ തീർക്കാനായിട്ട് ഈ വില്ലന്മാർ ഓർ കൈൻഡ് ഓഫ് ഇതിനകത്ത് വരുന്ന ടെററിസ്റ്റുകൾ തന്നെ വിടുന്ന മറ്റൊരു ക്ലോണാണോ ഓർ കൈൻഡ് ഓഫ് ഇദ്ദേഹത്തിന് തന്നെ DNA ഉപയോഗിച്ച് ഉണ്ടാക്കിയേക്കുന്ന ഒരു രൂപമാണോ എന്നുള്ളൊരു കാര്യം പോലും ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സിനിമ തുടങ്ങിയേക്കുന്ന സമയം തൊട്ട് തന്നെ, ഈ ഗോഡ് സിനിമയുടെ ഫസ്റ്റ് പോസ്റ്റർ വന്നേക്കുന്ന സമയം തൊട്ട് തന്നെ, അല്ലെങ്കിൽ പേര് വന്നേക്കുന്ന സമയം തൊട്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ ജെമിനി മാൻ എന്ന് പറയുന്ന സിനിമയിൽ നിന്നും കോപ്പി ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിട്ടോ എഴുതിയേക്കുന്ന ഒരു സിനിമ എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ ഡയറക്ടർ ആദ്യമേ തന്നെ ഈ കാര്യം പക്കയായിട്ട് നിരസിച്ചായിരുന്നു. இந்த படமும் அந்த படமும் சத்தியமா ஒண்ணு கிடையாது. நீங்க படம் பார்த்த பிறகு நீங்க வந்து பார்த்து நான் கேட்பேன், யார் சொன்னா உங்களுக்கு ஜெமினி மேன்? மீன்வைல் இந்த ஐடியா வந்து கோவிட் டைமில் தான் எனக்கு கிடைச்சது. ஒரு ஃபிலிம் ஒன்று பார்த்தேன், அந்த டைமில் ஒரு ஃபிலிம் பார்த்தேன். அது பார்த்தோன்னே அதோட சீக்வன்சஸ்லாம் எனக்கு ரொம்ப பிடிச்சது. அதுலேருந்து ஒரு 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 ஸ்பார்க் எனக்கு ஒன்று கிடைச்சது. இப்படி ஒன்று பண்ணால் எப்படி இருக்கும் அப்படிங்கிற மாதிரி வந்து ஒரு ஐடியா, அதுலேருந்து ഡെവലപ്പ് ആണത് தான் இந்த ഐഡിയ. ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന ഇന്റർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു ഹോളിവുഡ് സിനിമ കണ്ടിട്ടാണ് ഈ സിനിമ എഴുതിയേക്കുന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. കോവിഡ് സമയത്താണ് ഇദ്ദേഹം ഈ ഒരു കഥ എഴുതിയെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ മേ ബി വാട്ട് ഇഫ് ജെമിനി മാൻ എന്ന് പറയുന്ന സിനിമയിൽ നിന്നാണ് ഈ ഒരു കഥ എടുത്തേക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഈ സിനിമയുടെ കഥ വരാ എന്നുള്ളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പോയിലർ ഉണ്ട്. വിജയുടെ ഗാന്ധി എന്ന് പറയുന്ന കഥാപാത്രം സോ കോൾഡ് ഈ സിനിമയുടെ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ഇയാളുടെ ആയ കാലത്ത് ഇയാളുടെ പ്രൈം ടൈമിൽ ഒരുപാട് മിഷൻസുകൾ ചെയ്തെന്നുള്ളൊരു കാര്യം ട്രെയിലറിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ആ സമയത്ത് ചെയ്തേക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള മിഷൻ അതാണ് മോസ്കോ ബോംബിംഗ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാനായിട്ട്. ഞാൻ ഓൾറെഡി ഡീകോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞായിരുന്നു, മോസ്കോ ബോംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സംഭവിച്ചേക്കുന്ന ഒരു കാര്യം കേട്ടോ. റഷ്യയിൽ സംഭവിച്ചേക്കുന്ന ഒരു ബോംബിംഗ് ഇൻസിഡൻ്റ് ആണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സിനിമ എന്നുള്ളൊരു കാര്യം വേറൊരു തിയറി, ശരിക്കുള്ളൊരു ഒഫീഷ്യൽ തിയറി വന്നേക്കുന്ന സമയത്തും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ മോസ്കോ ബോംബിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് അവിടെ ഉണ്ടാകുന്ന ടെററിസ്റ്റ് ആക്രമണത്തിനെ തടക്കാനായിട്ട് പോയിക്കുന്ന
ഈ ഏജൻസി അല്ലെങ്കിൽ ഈ സാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടീം അന്ന് അവർക്ക് കൃത്യമായിട്ട് ഈ ഒരു ടീമിനെ കീഴ്പ്പെടുത്താനായിട്ട് പറ്റിയെങ്കിലും അതിൻ്റെ റിവഞ്ച് തീർക്കാനായിട്ട് ഒരു പക്ഷേ ഇതിനകത്ത് വരുന്ന വില്ലൻ ശ്രമിക്കുന്നതാവാം ഈ സിനിമയുടെ ഒരു ചുരുൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ വില്ലൻ സാധാരണ വരുന്നതിന് പകരം വില്ലൻ നേരിട്ട് വരാതെ വില്ലൻ വിടുന്ന വേറൊരു അസ്ത്രം അല്ലെങ്കിൽ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറയുന്ന പോലെ തന്നെ വിജയ് എന്ന് പറയുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിനെ തീർക്കണമെന്നുണ്ടെങ്കിൽ അത്ര തന്നെ പവറുള്ള മറ്റൊരു വില്ലൻ വേണം എന്നുള്ളൊരു കാര്യം വെച്ചുകൊണ്ട് വെങ്കട് പ്രഭുവിൻ്റെ മൈൻഡിൽ വന്നേക്കുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കാം ഒരു പക്ഷേ ഈ മറ്റൊരു വിജയ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഒക്കെ ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു വിജയമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇതൊരു കാര്യമായിരുന്നു. അതായത് ഈ ട്രെയിനിനെ ചേസ് ചെയ്യുന്നത് ഈ ട്രെയിനിൻ്റെ അകത്തിരിക്കുന്നത് ഒരു വിജയാണ്, ഇയാളെ ചേസ് ചെയ്യാനായിട്ട് ഇയാളെ കൊല്ലാനായിട്ട് വരുന്ന മറ്റൊരു വിജയമാണ് ഈ കാണുന്ന വിജയ് എന്നുള്ളൊരു കാര്യം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിച്ചായിരുന്നു. വിക്രം സിനിമയിലൊക്കെ നമ്മൾ കണ്ടേക്കുന്ന ഒരു കാര്യമല്ലേ ഈ മാസ്ക് ഇങ്ങനെ റിവീൽ ചെയ്തിട്ട് വിക്രത്തിനെ ഇങ്ങനെ റിവീൽ ചെയ്യുന്ന ഒരു സീൻ നമ്മൾ കണ്ടിട്ടുണ്ട്. കമൽഹാസന്റെ ആ റിവീലേഷൻ സീൻ എന്ന് പറയുന്നത് ഗൂസ് ബംസിന്റെ ഒരു എക്സ്ട്രീമാണ്. സിമിലർലി വിജയ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വിജയ് എന്ന് പറയുന്ന ദി ഗോട്ട് എന്ന് പറയുന്ന ഗാന്ധി എന്ന് പറയുന്ന കഥാപാത്രത്തിനെ തീർക്കാനായിട്ട് വരുന്ന അയാൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്ന മറ്റു കഥാപാത്രം ആരാന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈക്കമ്മ വരുന്ന ഒരു കഥാപാത്രമാണ്. ബൈക്കമ്മ ചേസ് ചെയ്ത് ഈ ട്രെയിൻ സീക്വൻസിനകത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഇയാളെ സ്ഥിരമായിട്ട് ഇങ്ങനെ ചേസ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ട്രെയിനിൻ്റെ അകത്ത് വെച്ചൊരു ഫൈറ്റ് സീക്വൻസ് നടക്കുന്നുണ്ട്. വിജയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഗാന്ധി എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്ന അയാളെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ദി ഗോട്ട് എന്നാണ്. അതായത് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ടീമിനകത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അയാൾക്ക് ആരെ വേണമെങ്കിലും കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. പക്ഷെ അയാൾക്ക് പോലും കീഴ്പ്പെടുത്താൻ പറ്റാത്ത തക്കവണ്ണം അത്രയും മാത്രം ഒരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ഒരു ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന കഥാപാത്രം എന്നുണ്ടെങ്കിൽ അത് ആരാണെന്നുള്ളതാണ് ചോദ്യം. അയാളുടെ ആ ഒരു ഹെൽമെറ്റ് നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹെൽമെറ്റും എഴുതി വെച്ചേക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ഡെവിൽ എന്നാണ്. ഫുൾ സ്ലീവ് ജാക്കറ്റാണ് അദ്ദേഹം ധരിച്ചേക്കുന്നത്. ബൈക്കുമേണ് വരുന്ന ഒരു ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ആരാണെന്നുള്ളൊരു കാര്യം ഇപ്പോൾ കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ പിടികിട്ടി കാണും. കാരണം വിജയനെ തകർക്കാനായിട്ട് അയാളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അത് ആരാണെന്നുള്ളതിനെയായിരിക്കും ഈ സിനിമയുടെ ഒരു സസ്പെൻസ് എന്ന് പറയുന്നത്. ഏകദേശം പിടികിട്ടി കാണും. കാരണം നെഞ്ചിൽ കുടിയിരിക്കുമെന്ന് പറയുന്ന സമയത്ത് തന്നെ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണും. സോ നായകൻ്റെ ഒരു വില്ലൻ കോമ്പിനേഷൻ കൂടി ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാനായിട്ടുള്ള സ്കോപ്പ് ഉണ്ടെന്നുള്ളത് തന്നെയായിരിക്കും ഈ സിനിമയുടെ ഒരു സംഭവം അല്ലെങ്കിൽ ഈ സിനിമേനെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാക്കി മാറ്റാനുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇറ്റ്സ് ആൻ എസെൻഷ്യൽ. കാരണം VP-യുടെ പടമായതുകൊണ്ട് ഇതൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. VP-യുടെ പടമായതുകൊണ്ട് ഒരു വിജയനെ കൊല്ലാനായിട്ട് വേറൊരു വിജയ് വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും വലിയ സംഭവമായിട്ടൊന്നും എടുക്കാനായിട്ട് പറ്റില്ല. കാരണം മാനാട് സിനിമ കണ്ടേക്കുന്ന ആൾക്കാർക്ക് അറിയാം ആരും ചിന്തിക്കാത്ത തോട്ട് പ്രോസസ്സിൽ കൂടെ പോയിക്കുന്ന ആളാണ് പുള്ളി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിജയുടെ കഥാപാത്രത്തിന് തീർക്കാനായിട്ട് വരുന്നൊരു കഥാപാത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വില്ലൻ എന്ന് പറയുന്നത് മറ്റൊരു വിജയ്ക്ക് ആയിരിക്കാവുന്നൊരു കാര്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിലാണ് ഈ ഫേസ് ഓഫിന് ഒരു പവർ ഉണ്ടാകുന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. കാരണം വിജയ്ക്ക് പകരം വിജയിനെ അടിക്കാനായിട്ട് വിജയ് തന്നെ വരാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും ഫാൻസിനും അതൊരു പവറായിരിക്കും. കാരണം ആരായിരിക്കും ജയിക്കുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ഈ ഒരു സീനുകളെ കൊണ്ട് സാധിക്കും. പക്ഷേ നമുക്കറിയാം ഈ യങ് ഏജ് ഓഫ് ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ജെമിനി മാൻ സിനിമയിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പെർഫെക്ഷൻ ആയിരുന്നു. അന്ന് ചെയ്തിരിക്കുന്ന സമയത്ത് ഭയങ്കര പെർഫെക്ഷൻ ആയിരുന്നു. ഒരു സിനിമയ്ക്കകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ടുള്ള വിൽ സ്മിത്തിൻ്റെ കഥാപാത്രത്തിൽ തീർക്കാനായിട്ട് ഓരോ ജെമിനി മാൻ വരുന്ന സമയത്ത് ലൈക്ക് ഓരോ മറ്റ് വിൽ സ്മിത്തുകൾ വരുന്ന സമയത്ത് ഓരോരോ ക്ലോണുകൾ വരുന്ന സമയത്തും അവർക്കൊക്കെ ഒരു കൃത്യമായിട്ടുള്ളൊരു ആർക്ക് കൊടുത്തായിരുന്നു. അവർ പുതിയ ബാച്ചിൽ നിന്ന് ഉണ്ടാക്കിയേക്കുന്ന ഒരു ക്ലോണാന്നൊക്കെ കാണിക്കുന്ന തരത്തിൽ ഭയങ്കര ചെറുപ്പമായിട്ടുള്ള ആൾക്കാരായിരുന്നു ഓരോ സമയത്ത് വന്നുകൊണ്ടിരുന്നത്. സിമിലർലി ഈ ഒരു സിനിമയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് കാണാൻ വരുന്നത് യങ്ങർ വേർഷൻ ഓഫ് രണ്ട് വിജയനെ കാണാൻ വരുന്നുണ്ട്. ഒന്ന് കുറച്ച് പ്രായം കുറഞ്ഞേക്കുന്ന വിജയുണ്ട്, പിന്നെ അതിനേക്കാളും പ്രായം കുറഞ്ഞേക്കുന്ന മറ്റൊരു വിജയനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ താഴെ എഴുതി വെച്ചേക്കുന്ന ചൈനീസിൽ എഴുതി വെച്ചേക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് ചൈനീസ് ആണെന്ന് കാണുന്ന സമയത്ത് മനസ്സിലായി. പക്ഷെ ഇത് എന്താണ് ഈ സംഭവം എന്നുള്ളൊരു കാര്യം ഞാൻ നോക്കി പോകുന്ന സമയത്താണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കാണാനായിട്ട് സാധിച്ചത്. ഇതൊരു ഇൻഡസ്ട്രിയൽ കമ്പനിയാണ്. ഒരു ഇൻഡസ്ട്രിയൽ കമ്പനിയുടെ അകത്ത് അതും ഒരു സയൻസ് ലാബ് പോലെ നിൽക്കുന്ന അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ മോണിറ്ററിംഗ് ആയിട്ട് നമുക്ക് ഇവിടെ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു മോണിറ്റർ നമ്മൾ ഒന്ന് സൂം ഇൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തോ ഒരു രൂപം, ഒരു ആൾ രൂപം ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺഷ്യസ്നസ് അഥവാ അദ്ദേഹത്തിന്റെ മെമ്മറി ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് പ്രകാരം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ ഈ ഒരു ലാബിന്റെ അകത്ത് ഇദ്ദേഹം ഇവിടെ എന്തോ ഒരു സംഭവത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പക്ഷേ ഒരു മനുഷ്യനായിരിക്കാം എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു. മേ ബി അതൊരു മനുഷ്യനായിരിക്കാം എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. ആ മനുഷ്യർ ഒരു പക്ഷേ വിജയമായിരിക്കുമോ എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റില്ല. ജസ്റ്റ് എ ഗസ്, അതൊരു ഗസ് മാത്രമാണ്. ഒരു ക്ലോൺ ആണോ എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റില്ല. ഇനി ഇത് മക്കളാണോ, സ്വന്തം മക്കളാണോ, സ്വന്തമായിട്ട് ഇയാൾക്കുണ്ടായിരിക്കുന്ന ഇയാളുടെ മക്കളാണോ എന്നുള്ളൊരു കാര്യം പോലും പറയാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ ഒരുപാട് പോസിബിലിറ്റീസുകൾ ഇതിനുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് കാട് കയറി പോണില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഒരു സിനിമ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വിജയ് പടം എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് ഒരു വിജയ് പടം എന്നുള്ള രീതിക്ക് കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമുക്കറിയാം എപ്പോഴും കാണിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് കാണാനായിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ഡാൻസ്, പാട്ട്, ഒരു എൻ്റർടൈൻമെൻറ്റ്
ഒരു വിജയുടെ എൻട്രി അല്ലെങ്കിൽ മാസ് അല്ലെങ്കിൽ എലിവേഷൻ സീൻസ്, ഇൻ്റർവെൽ പോർഷൻസ്, ഇതൊക്കെ കാണാനായിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളും അതൊക്കെ തന്നെ കാണണം എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്തും ആസ് എ മൂവി ലവർ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഈ സാധാരണ നമ്മൾ കണ്ടുവന്നേക്കുന്ന തട്ടുപൊളിപ്പൻ വിജയ് പടങ്ങൾ കണ്ടേക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് കുറച്ചും കൂടി ടെക്നോളജിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്ന ഒരു വലിയ ക്യാൻവാസ് സിനിമ എന്ന് പറയുന്ന സമയത്ത് വിജയനെ തീർക്കാനായിട്ട് വരുന്നൊരു വിജയ് എന്ന് പറയുന്നത് ഒരു ക്ലോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൺവിൻസിങ് ആവുന്നുണ്ടെങ്കിൽ, അതാണ് അതിൻ്റെ മറ്റൊരു കാര്യം, കൺവിൻസിങ് ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി നൈസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴ്ന്നു കമൻറ്റ് ചെയ്യുക. ഒരു കാര്യം പറയാതെ പറ്റില്ല, പടത്തിന് വലിയ ഹൈപ്പില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നല്ല ഹൈപ്പ് ഇപ്പോൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം തിയേറ്റേഴ്സിലൊന്നും ടിക്കറ്റ് കിട്ടാനായിട്ടില്ലാത്തൊരവസ്ഥയിലാണ് എനിക്ക് പേഴ്സണലി എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. സോ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? ഒരു ക്ലോൺ പടമൊക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോ കോൾഡ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറേ എലമെൻസുകളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുമോ? അതൊരു വിജയ പടമായിട്ട് വരുന്ന സമയത്ത് അതൊരു ഹിറ്റ് ഫാക്ടറായിട്ട് മാറുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? സിനിമ വലിയൊരു വിജയമായിട്ട് മാറുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. പ്രീ കളക്ഷനായിട്ട് ഇപ്പം തന്നെ 40 കോടി രൂപയോളം കളക്ഷൻ നേടി എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിച്ചത് വേൾഡ് വൈഡായിട്ട്. സിനിമ ഇറങ്ങുന്ന സമയത്ത് എങ്ങനെയായാലും നല്ലൊരു കളക്ഷൻ തന്നെ, അറിയാലോ വിജയപ്പെടാണ്. ലിയോ സിനിമ ഇറങ്ങിയിരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ബൂമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ആ റെക്കോർഡിനൊന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസമൊന്നും ഞാനിപ്പോൾ പറയണില്ല, കാരണം ആ സിനിമയുടെ ഒരു ഹൈപ്പല്ല ഈ സിനിമയ്ക്കുള്ളത്. പക്ഷേ എനിവേസ് ഒരു നല്ലൊരു സക്സസ് ആവാൻ പറ്റുന്ന ഒരു മന്ത്രമുള്ള ഒരു സക്സസ് മന്ത്രമുള്ള ഒരു സിനിമയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ, ഒരു റിവ്യൂ ആയിട്ട് വരുന്നവരെ, ഇറ്റ്സ് മീ ടൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.